ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ടർ ചിക്കൻ ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് എങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 5 പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതപ്പോൾ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 3 ഏലക്കായ്, 1 ജാതിപത്രി, 1 ബേ ലീവ്സ്, 2 കരയാമ്പൂ, 1 പീസ് കറുകപ്പട്ട ഇവ കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 3/4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഞാൻ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടറും റൈസും ഒക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലും മാത്രമേ റൈസിനും ആ ഒരു ഉപ്പ് പിടിക്കുകയുള്ളൂ. ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഈ റൈസ്. ഒരു 80% കുക്കായാൽ മതി. അതിനുശേഷം നമ്മൾ ചിക്കനെ ഗ്രേവിയിൽ ഇട്ടിട്ട് ഇതൊന്നുകൂടെ കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എനിക്ക് റൈസ് വെന്ത് വരാനായിട്ട് 15 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കുകയാണ്. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ചിക്കൻ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പാനിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതാ ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ചെറിയൊരു ബൗൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഇതാ ഇങ്ങനെ പുകയൊക്കെ വരും. ഈ സമയത്ത് നമുക്ക് 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. പുകയൊക്കെ മാറിയിട്ടുണ്ട്. നല്ല സ്മോക്കി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തക്കാളി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ചോറ് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഗ്രേവിയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടെ വേണം. അപ്പം ഞാൻ 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് ഒന്നുകൂടി ചേഞ്ച് ആവും കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ജാതിപത്രി, 1 ബേ ലീവ്സ്, 2 കരയാമ്പൂ, 3 ഏലക്കായ്, 1 പീസ് കറുകപ്പട്ട ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 പച്ചമുളക് നെടുകെ കീറിയതാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാളയുടെ വെള്ളമൊക്കെ പറ്റി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഒക്കെ ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി സവാള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് ചോറ് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ 5-6 കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രേവിയിൽ ഇട്ടിട്ടാണ് റൈസിൻ്റെ ബാക്കിയുള്ള വേവും കൂടെ കുക്കാക്കി എടുക്കുന്നത്. 80% ആയിരുന്നല്ലോ കുക്കായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒണിയനും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയറും കൂടി ഇടാം. അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയിലയും ഒണിയനും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കപ്പോൾ വെള്ളമൊക്കെ വറ്റിയോന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 13 മിനിറ്റ് ആയിട്ട് എനിക്കിവിടെ വെള്ളമൊക്കെ വറ്റി ചോർക്ക് നല്ല കുക്കായിട്ട് വരാനായിട്ട് 13 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി റൈസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ചിക്കനിൽ ചെയ്തതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഇത് ഞാനൊരു ചെറിയൊരു ബൗൾ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് പുകഞ്ഞ് വരുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ചാർക്കോൾ ഒന്ന് നോക്കാം. പുകയൊക്കെ മാറിയിട്ടുണ്ടാവും. ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് ചൂടനെ തന്നെ സെർവ് ചെയ്യാം. ഇതപ്പോൾ ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാ കച്ചമ്പറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. മയോണൈസിൻ്റെയും ടൊമാറ്റോ ചട്നിയുടെയും വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിൽ ഞാനപ്പോൾ അത് ഉൾപ്പെടുത്താത്തത് ഒത്തിരി ലെങ്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.